അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. വുളുവോടുകൂടി രാത്രി ഉറങ്ങുന്നതിന്റെ ശ്രേഷ്ഠത നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയല്ലേ? അൽഹംദുലില്ലാ. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ആമന റസൂല് പാരായണം ചെയ്യുകയാണെങ്കിൽ, ആമന റസൂല് എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവര് പഠിക്കണം. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ആ 2 ആയത്തുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട് പറയുന്നു. അതിൽപ്പെട്ട ഒന്നാണ്, ആരെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് പാരായണം ചെയ്താൽ അവന് അത് തന്നെ മതിയാകുന്നതാണെന്ന് പറഞ്ഞു. കഫത്താഹു എന്ന് പറഞ്ഞു. അത് തന്നെ മതി, എല്ലാത്തിനും പകരമായിട്ട് അത് മതി എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ പറയുന്നത്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് പാരായണം, ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ പാരായണം ചെയ്താൽ അവന് രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം ലഭിക്കും. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ അല്ലെ, സൂറത്തുൽ ബഖറയിലെ ഒരു 2 ആയത്തുകൾ അത് നമ്മൾ ഓരോരുത്തരും പഠിക്കുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മറക്കാതെ പാരായണം ചെയ്യുക. എല്ലാറ്റിനും മതിയാകുന്ന രീതിയിലുള്ള, അത്രയും മഹത്വമുള്ള, നല്ല പ്രാർത്ഥന വരുന്ന, നല്ല അർത്ഥമുള്ള നല്ലൊരു ദുആയും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ 2 പ്രകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും മറ്റേത് ആമന റസൂലുമാണ്. അവയിൽ ഏതൊന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല, സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരാണ്, എല്ലാറ്റിനും മതിയാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മറക്കാതെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.